Hello friends, welcome back to Mechanical Engineering Solutions. In the thermodynamics in the first level base questions, previous year questions are important HPCL exam HPCL, അതുപോലെ തന്നെ SSC JEയുടെ previous year questions ഒരുപാട് വരുന്നതാണ്. ഓക്കെ, നമ്മളിപ്പം അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള എല്ലാ സെക്ഷനും ഒരുവിധ എക്സാമിനകത്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് മാക്സിമം എന്താ പറയുക സോൾവിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ്. അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഒരു സിസ്റ്റം എ എന്ന് പറഞ്ഞ സിസ്റ്റം, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സിസ്റ്റം. ഈ സിസ്റ്റം സി എന്ന് പറഞ്ഞ സിസ്റ്റം ആയിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതായത് ഇതും എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല, തെർമലി ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം രണ്ടെണ്ണം എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞത് ടി എ ഈക്വൽ ടു ടി സി ആണ്, ഇവിടെ ടി ബി ഈക്വൽ ടു ടി സി ആണ്. അങ്ങനെയാണെങ്കിൽ ടി എ ഈക്വൽ ടു ടി ബി ആണ്. ഇങ്ങനെയാണ് ഓർത്ത് വെച്ചത്. ഇത്രയുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ. ഒന്നാമത് ഫസ്റ്റ് തെർമൽ ഇക്വിലിബ്രിയം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. ഇക്വിലിബ്രിയം, അതായത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വന്നാൽ അതിനകത്ത് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളൊരു പോയിന്റ് വരുന്നുണ്ടോ നോക്കാം ഓപ്ഷനകത്ത്. അതായത് ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തെർമൽ ഇക്വിലിബ്രിയം ആണ്. രണ്ടാമത് വരുന്നത് ടെമ്പറേച്ചർ മെഷർമെന്റ്സ്. ഓക്കെ, ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന കുറെ ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡിവൈസും കാര്യങ്ങൾ വരുന്ന പോലെ ടെമ്പറേച്ചർ മെഷർമെന്റ്, അതായത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മുടെ ബേസിക്സ് ഓഫ് ടെമ്പറേച്ചർ മെഷർമെന്റ്സ്. ഓക്കെ, ഇപ്പൊ അടുത്ത് പറയുന്നത് തെർമോമീറ്റർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് തെർമോമീറ്റർ അല്ലേ. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ് ഒന്നെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർമെന്റ്സ് ഡിവൈസസ് തെർമോമീറ്റർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ തന്നെ, ടെമ്പറേച്ചർ അതുപോലെ തന്നെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ പറ്റി പറയുന്ന കാര്യമാണ്. അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ് ഇന്റേണൽ എനർജി ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും ഫസ്റ്റ് ലോ ആണ്. ഓക്കെ, എന്താൽപ്പിയും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആ സ്റ്റേജിൽ വരുന്ന പ്രഷർ നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്നതല്ല, അതിന്റെ ഒരു ഒരു എന്താ പറയുക പ്രോപ്പർട്ടിയാണ്. ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ് ടെമ്പറേച്ചർ, ഓപ്ഷൻ സി. അതായത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടൈപ്പ് സാധനം വരികയാണെങ്കിൽ അത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ശരിക്കും സീറോത്ത് ലോ എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഒരു ടെമ്പറേച്ചറിനെ പറ്റിയുള്ള കണ്ടുപിടുത്തം നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സീറോത്ത് ലോ ഒരു പേര് കൊടുക്കാൻ കാരണം ഫസ്റ്റ് ലോ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, സെക്കൻഡ് ലോയും കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതിനുശേഷമാണ് സീറോത്ത് ലോ അങ്ങനെ ലോ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിന് മുമ്പ് പിന്നെ അത് ഇന്റർചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് ലോ സെക്കൻഡ് ലോയും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സീറോത്ത് ലോ എന്ന് പേര് കൊടുക്കാൻ കാരണം. ഓക്കെ, ജസ്റ്റ് ടൈം ഫോർ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. ഇനി an open system is one which നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഓപ്പൺ സിസ്റ്റത്തിനകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ തന്നെ എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ഇവിടെ ക്ലോസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ മാസ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, സീറോ ആണ് ഇങ്ങനെ എഴുതാം. ഓക്കെ, മാസ് ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ മാസ് ട്രാൻസ്ഫറും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്താ കാര്യം. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിനകത്ത് വരുന്ന സമയത്ത് മാസ് ഡസ് നോട്ട് ക്രോസ് ദ ബൗണ്ടറീസ് ഓഫ് ദ സിസ്റ്റം ത്രൂ എനർജി. എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒറ്റ കാര്യം ഓപ്ഷൻ മാത്രം നോക്കുക. ഓപ്പൺ സിസ്റ്റം ആണ്, രണ്ട് ബോത്ത് എനർജി ട്രാൻസ്ഫർ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് എനർജി ആൻഡ് മാസ് ക്രോസസ് ദ ബൗണ്ടറീസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഉണ്ടാവും ഓപ്പൺ സിസ്റ്റത്തിനകത്ത്. ക്ലോസ് സിസ്റ്റത്തിനകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, നേരെ മറിച്ച് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഓക്കെ, ഇനി വിച്ച് പ്രോപ്പർട്ടീസ് ഇസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. നമുക്ക് അറിയാവുന്ന ആദ്യം ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമില്ല, ഇൻഡിപെൻഡന്റ്
മാസ് അവിടെ പഠിച്ചു വെച്ചേക്കാം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കാര്യമാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പം എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞാൽ മാസ് അല്ല ക്വാണ്ടിറ്റി. ഓക്കെ, അമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സാധനമാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് എന്നാണ് പഠിച്ചു വെച്ചാൽ മതി. ഡിപ്പെൻസ് ഓൺ മാസ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലല്ലേ? അപ്പം ഇതിൻ്റെ അത് കുറെ എക്സാമ്പിൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്റൻസീവിൻ്റെ അകത്ത് പ്രഷർ, ടെമ്പറേച്ചർ, അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. വെലോസിറ്റി, വിസ്കോസിറ്റി, ഡെൻസിറ്റി, ഓക്കെ, ഇതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ എമൗണ്ട് എടുത്തു, ഒരു 10 കിലോഗ്രാം എന്താ പറയുക ഒരു മെറ്റീരിയൽ എടുത്തു, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എടുത്തു, അതിന്റെ വിസ്കോസിറ്റി എത്രയാണ്? 0.33 ആയിരിക്കും. 0.33 ആണ് വിചാരിക്കുക. അപ്പോൾ ആ 10 കിലോഗ്രാമിന്റെ അന്ന് ഒരു 5 കിലോഗ്രാം എടുത്താലും അതിന്റെ വിസ്കോസിറ്റി 0.33 ആയിരിക്കും. ഓക്കെ, അതായത് അതിന്റെ ക്വാണ്ടിറ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നേരെ മറിച്ച് ആ ഒരു വാല്യൂ, ആ പ്രോപ്പർട്ടിന്റെ വാല്യൂ എന്താ പറയുക കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് amount അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ മാസ്, വോളിയം. മാസ് ഓൾറെഡി മാസ് കുറയുന്നതിനനുസരിച്ച് 10 കിലോ 5 കിലോ ആയി കുറഞ്ഞാൽ കുറയുക തന്നെയാണ്. ഓക്കെ, വോളിയം, എനർജി. എനർജീൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇന്റേണൽ എനർജി, അങ്ങനെ ഒരുപാട് എനർജികൾ. ഓക്കെ, ഇലക്ട്രിക് ചാർജ്, മാഗ്നറ്റൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ആണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിനിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതൊക്കെ ഡിപ്പെൻഡ് ആണ് എന്താ പറയുക മാസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ രണ്ട് എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി, എക്സ്റ്റൻസീവ് ഡിവൈഡ് ബൈ എക്സ്റ്റൻസീവ് വന്നാൽ അത് ഇന്റൻസീവ് ആവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി വരാണ്. സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം എന്നൊക്കെ പറഞ്ഞില്ലേ. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ മാസ് അല്ല വരും. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ബൈ മാസ്, സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മാസ്, അത് ഒറിജിനൽ മാസ് ക്വാണ്ടിറ്റി എന്താ യൂണിറ്റിയിലാക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്റൻസീവ് ആവും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഈ എൻതാൽപ്പിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എനർജീന്റെ ഫോമിലാണ്. ഹീറ്റ് ട്രാൻസ്ഫർ പോലെ തന്നെ സാധനമാണ് എൻതാൽപ്പി. അപ്പോൾ വിച്ച് പ്രോപ്പർട്ടി ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം? ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഇതിന്റെ അകത്ത് വരുന്ന ഒരു കാര്യം, വോളിയം എക്സ്റ്റൻസീവ് ആണ് അല്ലെ, വോളിയം എക്സ്റ്റൻസീവ് ആണ്. അതല്ല എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു പ്രോപ്പർട്ടിയാണ്, പക്ഷെ അത് എക്സ്റ്റൻസീവിനകത്ത് വരുന്നത്, അതായത് ക്വാണ്ടിറ്റി എന്താ പറയാ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം വേണ്ടിയാണ് എൻട്രോപ്പിയും കാര്യങ്ങളും. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതൊക്കെ എനർജിന്റെ ടൈം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എൻതാൽപ്പി എനർജിന്റെ ടൈമിലാണ് വരുന്നത്, പക്ഷെ അതിനകത്തൊരു സ്പെസിഫിക് എന്ന് പറഞ്ഞ ടൈം നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പെസിഫിക് സംതിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മാസ് അല്ലെ സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻതാൽപ്പി എന്നൊക്കെ വരുന്ന സമയത്ത് അത് ഇന്റൻസീവ് ആവും. ഓക്കെ, അതായത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ മാസ് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പോലെ തന്നെ അത് ഇന്റൻസീവ് ആവും. ഓപ്ഷൻ എ, സ്പെസിഫിക് എൻതാൽപ്പി ഈസ് എ intensive property. One of the extensive properties of thermodynamic system among the following. Extensive properties ആണ് ഇവിടെ ചോദിച്ചത്. അപ്പം പ്രഷർ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് ഇവിടെ കണ്ടുപിടിച്ചത്. പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഒക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓപ്ഷൻ ബി വോളിയം, അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്നാലോചിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് asserts that the following thermodynamic properties. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം രണ്ട് പോയിന്റ് ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, സെക്കൻഡ് വൺ, കൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ എനർജി. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണം. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്ന കാര്യങ്ങൾ എൻട്രോപ്പിനെ പറ്റി പറയുന്നുണ്ട്, എൻട്രോപ്പി പറയുന്നില്ല.
എൻട്രോപ്പിന്റെ കൺസെപ്റ്റ് വരുന്നത് സെക്കൻഡ് ലോയിലാണ്. ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നത് ഫസ്റ്റ് ലോ, സോറി 0th ലോ. പ്രഷർ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി അല്ല. പിന്നെ വരുന്നത് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിനെ പറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വരുന്നുണ്ട്, അതിനകത്ത് ഇന്റേണൽ എനർജി എന്ന ടോപ്പിക്കും വരുന്നുണ്ട്. ഓക്കെ, for a closed system, the difference between heat added to the and work done by the system is equal. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് മാസ് ട്രാൻസ്ഫർ ഇല്ല അല്ലേ, മാസ് ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വാട്ടർ തന്നെ വിചാരിക്കട്ടെ. അപ്പം ഇത് ഹീറ്റ് ചെയ്തു, അതെന്താ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ. അപ്പം ക്ലോസ്ഡ് സിസ്റ്റം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആഡഡ്, ആ ഒരു ഹീറ്റ് ആഡഡ് ക്യൂ ഇന്ന് കൊടുത്തു. പിന്നെ അതിനകത്ത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ചെറിയ എന്തായാലും നമുക്കറിയാം ഇതിനകത്ത് മാസ് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യം ഡെൽറ്റ ഐ ആണ്, ഇന്റേണൽ എനർജി ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന കേസിലാണെങ്കിൽ ഇന്റേണൽ എനർജി നമ്മളിപ്പം അതിന്റെ ഡിഫറൻസ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആഡഡ് സിസ്റ്റം Q മൈനസ് W ഈക്വൽ ടു U. ഇതും ഫസ്റ്റ് ലോന്റെ അസേർഷൻ ആണ്, അതായത് ഫസ്റ്റ് ലോന്റെ അന്ന് ഡിഫൈൻ ചെയ്ത കാര്യങ്ങളാണ്. Q മൈനസ് W ഈക്വൽ ടു U എന്നത്. ഓക്കെ, അതായത് ഇന്റേണൽ എനർജി ആയിരിക്കും അത്രയുള്ള, അതായത് നമുക്ക് പുറത്തേക്ക് മാസ് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് മൈനസ് വർക്ക് ഡൺ ഡിവൈഡ് ഈക്വൽ ടു ഇന്റേണൽ എനർജി. ഓക്കെ, for a closed system the difference between heat added to and work done by the system equal to internal energy. ഇനി അത് ഫ്ലോ ആണെങ്കിൽ, അതായത് ഫ്ലോ വർക്ക് ആണെങ്കിൽ, സോറി ഫ്ലോ ഉള്ള സിസ്റ്റം ആണെങ്കിൽ, അതായത് ഈ എന്താ പറയുക ചാനൽ എന്താ പറയുക, ഇതിപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ട് മാസ് ക്വാണ്ടിറ്റി ചേഞ്ച് ആകുന്നില്ല, ആ മാസ് ക്വാണ്ടിറ്റി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് അതൊരു ഫ്ലോ സിസ്റ്റം ആണെങ്കിൽ, നോൺ ഫ്ലോ സിസ്റ്റം ആണ് ഇത്, ഫ്ലോ സിസ്റ്റം ആണെങ്കിൽ അത് എന്തായാലും പെരുമാറും. ഓക്കെ, അതാണ് ഇതിന്റെ ചേഞ്ച് വരുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓൾറെഡി പറഞ്ഞാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതിന്റെ കൂടെ തന്നെ ഇന്റേണൽ എനർജിന്റെ കൺസെപ്റ്റും കൂടി പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആ 2 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ആ പോയിന്റിനകത്താണ് കൂടുതലും പഠിക്കാനുണ്ടാവുക. ഇനി ഇതൊരു എന്താ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ടൈം NTP അതുപോലെ തന്നെ STP എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത് എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മളിപ്പം ഐഡിയൽ ഗ്യാസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് പറയുക. ഓക്കെ, ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻസ്. കുറെ കാര്യങ്ങളുണ്ട്, അതായത് നമ്മൾ പോയിന്റ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനെ 2 പോയിന്റ് 1 2, ഓക്കെ, ഏതെങ്കിലും ഒരു PV എന്നുള്ള ഡയഗ്രാം തരിക, PV ഡയഗ്രാം. അപ്പം ഇതിൻ്റെ അകത്ത് ഓൺലി ഡിപ്പെൻസ് ഓൺ എൻഡ് പോയിന്റ് 1 and 2, അങ്ങനെയാണെങ്കിൽ അതിനെ പോയിന്റ് ഫങ്ഷൻ എന്ന് പറയും. നേരെ മറിച്ച് ഡിപ്പെൻസ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദ പ്രോസസ് ആണെങ്കിൽ അതിനെ പാത്ത് ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ പോയിന്റ് ഫങ്ഷനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, TD പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പം ഹീറ്റും വർക്കും തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് ആണോ? അല്ല, തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് അല്ല, പക്ഷെ പാത്ത് ഫങ്ഷൻ ആണ്. ഓക്കെ, മറന്നു പോകരുത്, ഹീറ്റ് ആൻഡ് വർക്ക് ആർ നോട്ട് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ പാത്ത് ഫങ്ഷൻ. പോയിന്റ് ഫങ്ഷൻ മാത്രമാണ് നമ്മൾ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്റേണൽ എനർജി ഒക്കെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ പോയിന്റ് മാത്രം ഡിപെൻഡ് ചെയ്യും, പാത്തിനെയും കാര്യത്തിനൊന്നും ഡിപെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊക്കെ ഒരു എന്താ പറയുക തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്, എൻഡ് പോയിന്റ് മാത്രം ഡിപെൻഡ് ചെയ്യുന്നത്. ഓക്കെ, the work done in a expression അല്ല expansion of a gas from V1 to under constant pressure equal to. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിലിണ്ടറോ എന്തെങ്കിലും കൺസിഡർ ചെയ്യാം നമുക്കിപ്പോൾ. അപ്പം ആദ്യ സിലിണ്ടറിന്റെ പൊസിഷൻ ഇതാണ്, പിസ്റ്റണിന്റെ പൊസിഷൻ ഇത് V1, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്തു അടുത്തൊരു പൊസിഷനിലേക്ക് എത്തി V2. അതായത് ഇത് കോൺസ്റ്റന്റ് പ്രീ ഈക്വൽ ടു കോൺസ്റ്റന്റ് പ്രഷറിൽ എക്സ്പാൻഷൻ നടക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ എക്സ്പാൻഷൻ നടക്കുക. അപ്പോൾ ഇതിനകത്ത് വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ ഡിഫൈൻ ചെയ്തത് 1 to 2
പി ഡി വി എന്നാണ്. അതായത് for a closed system work done under constant pressure, for a closed system work done equal to 1 to 2 pdv. അപ്പം ഇതിനകത്ത് പ്രഷർ കോൺസ്റ്റന്റ് അറിയാം, വർക്ക് ഡൺ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഡി വി അത് പറഞ്ഞാൽ വോളിയം ഒരു എന്താ പറയുക പോയിന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം എൻഡ് പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അപ്പം പി 1 to 2 അപ്പം പി v2 മൈനസ് v1 എഴുതാൻ പറ്റും, വർക്ക് ഡൺ. ഓക്കെ, സിമ്പിൾ ആണ്, ഇത്ര ആലോചിച്ചാൽ മതി. എന്താ പറയാ നോൺ ഫ്ലോ വർക്ക് ഡൺ ഇത്. ഇനിയിപ്പോ ഫ്ലോ വർക്ക് ഡൺ എന്താ, അതായത് ഫ്ലോ ഉള്ള ഒബ്ജക്റ്റിന്റെ വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു 1 to 2 വി ഡി പി. ഓക്കെ, അതായത് ചേഞ്ച് ചെയ്ത് ഇക്വേഷൻ, ഇവിടെ പി ഡി വി ആണെങ്കിൽ ഇവിടെ പി ഡി പി, നോൺ ഫ്ലോ വർക്കിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഫ്രം v1 to v2 under constant pressure equal to p into v2 minus v1. നമ്മളെ എന്താ പറയാ നോൺ ഫ്ലോ വർക്ക് ആണ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള സാധനം എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് ഒഴുകുന്നില്ല. ഓക്കെ, നേരെ കുറച്ച് ഫ്ലോ ഉള്ളൊരു സബ്ജക്റ്റ്, അതായത് നമ്മളിപ്പോൾ കനാലിനകത്തോടൊക്കെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന, അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് അകത്തോടൊക്കെ വന്നു പോയി തിരിച്ചു പോവുകയാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടന്നുകൊടുക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഫ്ലോ വർക്ക് ഡൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, for which of the following substances the internal energy and enthalpy are the functions of temperature only? അപ്പം എന്താണ് ഇന്റർണൽ എനർജി, എൻതാൽപ്പി ഡിഫൈൻ ചെയ്തത് എം സി പി ഡെൽറ്റ ടി, യു ഇന്റർണൽ എനർജി ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി അല്ലെ. അതായത് കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള എനർജി. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് പ്രഷറിൽ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം. നമ്മളിപ്പോൾ ഏതൊരു ഗ്യാസ് എടുക്കുക, ഇനി ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക സി പി വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാസ് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സി പി ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടേം ആണ്, അല്ലെങ്കിൽ സി വി ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടേം ആണ് ഇതിൻ്റെ അകത്ത് വേരി ചെയ്യുന്നത്. ഓക്കെ, മാസ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും, അപ്പോൾ അത് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു ഗ്യാസ് എടുക്കുകയാണെങ്കിലും സി പിയും സി വി ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അത് രണ്ടല്ല. ഇതിൽ ചോദിച്ചെന്താ ടെമ്പറേച്ചറിന്റെ മാത്രം ഫംഗ്ഷനാണ്. സാച്ചുറേറ്റഡ് സ്റ്റീം ആകുന്ന കേസിലും അതിനകത്ത് വ്യത്യാസം വരും, കാരണം സി പി സി വി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ വരാൻ ചാൻസ് ഇല്ല. പോളിയും സി പി സി വി ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടറും ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യം ചെയ്ത് വരുന്നത് പെർഫെക്റ്റ് ഗ്യാസിനാണ്. ഓക്കെ, പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ആണ്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇന്റർണൽ എനർജി ആൻഡ് എൻതാൽപ്പി ആർ ദ ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ആ ഒരു പെർഫെക്റ്റ് ഗ്യാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സി പി കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ തന്നെ സി വി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ്, അപ്പോൾ ബാക്കി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കും, എച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡെൽറ്റ ടി, യു ഡിപ്പെൻഡ്സ് ഓൺ ഡെൽറ്റ ടി, ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മാക്സിമം. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക ടോപ്പിക് ആയിട്ട് എടുക്കുന്നതാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ അല്ലാതെ വരും, ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ തന്നെ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാക്സിമം വീഡിയോസ് ഞാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.